ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ന്യൂ വീഡിയോയുമായിട്ടാണ്. കണ്ടില്ലേ, പറവ, കിളി, കരിയിലക്കിളി എന്നൊക്കെ പറയും ഇതിനെ. അപ്പോൾ ഇത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മുറ്റത്തൊക്കെ ഒന്ന് നോക്കും, അപ്പോൾ വന്നിരുന്ന കിളികളാണ്. ഇന്ന് രാവിലെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ മഴ പെയ്യുന്ന അന്തരീക്ഷമായതുകൊണ്ട് കുറേ ഈ കിളികളെ ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല എന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് മഴ ചെറുതായിട്ടൊന്ന് തോർന്നു. അന്നേരം കിളികളെല്ലാം ഇങ്ങനെ പറന്ന് 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 മുറ്റത്തും തൊടിയിലും, മുറ്റത്തൊരു പേരമരമുണ്ട്. ഉണ്ടല്ലേ, പേരമരത്തിലൊക്കെ വന്ന് ഇരുന്ന് നിറയെ കായുണ്ട്, പേരയ്ക്കായുണ്ട്. അപ്പോൾ അത് തിന്നുന്നതിന് വേണ്ടിയാണ് ഈ കിളികൾ ഇവിടെ വരുന്നത്. നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലും കായ്കനികളൊക്കെ ഉണ്ടെങ്കിൽ വരും. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അതിനെ അരിയൊക്കെ വാരി വിതറി കൊടുക്കും. അതെല്ലാം കൊത്തി തിന്നുന്നത് കാണാം. ഇഷ്ടം പോലെ വന്നിന്ന് കരയും. ഇത് നമ്മളെ നോക്കി കരയും. അപ്പോൾ അതിന് ഫുഡൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ വെള്ളം വെച്ച് കൊടുക്കും. ഇപ്പം മഴയായതുകൊണ്ട് വെള്ളം കൊടുക്കണ്ട, അവിടെ എല്ലാം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നമ്മൾ തൊട്ടടുത്ത് തന്നെ വയലാണ്, തോടും അരുവിത്തോടുകളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉണക്കുകാലത്താണ് വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ധാരാളം നിറയെ ഈ കിളികൾ മുറ്റത്തെല്ലാം വന്നിങ്ങനെ ഇരിക്കുന്നത് കാണാം. നല്ല വരി വരിയായിട്ടിരിക്കും, മതിലിലൊക്കെ വന്നിരിക്കും. നല്ല ഭംഗിയാണ്. കണ്ടില്ലേ പേരയിലൊക്കെ വന്നിരിക്കുന്നത്. ഈ കിളിയെക്കുറിച്ച് നമ്മൾ ധാരാളം കിളികൾ വരും. ഇത് കരിയില കിളിയാണ്. ഒലഞ്ഞാലി കിളികളൊക്കെ വരും. ഇങ്ങനെ നല്ല ഭംഗിയാണ്. കണ്ട പേരയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ. പേരയിലെ കിളികളൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ട കിളി. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുറച്ച് സമയം നമ്മുടെ മനസ്സെപ്പോഴും ഈ സ്ട്രെസ്സാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനെയൊക്കെ ഒന്ന് കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉല്ലാസപ്പറവകളെന്ന് പറയാം. അതിൻ്റെയൊക്കെ ഒരു ഉല്ലാസവും ഒക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത മനസ്സിന് ഹൃദ്യമായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഈ അടയ്ക്ക മരങ്ങളുണ്ട്, അടയ്ക്കായുണ്ട്. അപ്പോൾ അടയ്ക്കായും ഒക്കെ ഈ കുരുവി ഒരുമാതിരി അടയ്ക്കായും അതിൻ്റെ ഒരു ഫലമാണതെല്ലാം. അടയ്ക്ക, പേരയ്ക്ക, പിന്നെ തൊട്ടപ്പുറത്ത് റംബൂട്ടാനുണ്ട്. ഇങ്ങനെ ധാരാളം കായ്കളൊക്കെ ഉള്ളതുകൊണ്ട് അതവിടെ വന്ന് നിൽക്കും. ഇതെല്ലാം കൊത്തിപ്പെറുക്കുന്നത് കാണാം. ചിറകൊക്കെ വരും. മഴയായതുകൊണ്ടാണ് ചിറകൊക്കെ ഒരുമാതിരി ഇങ്ങനെ വിരിച്ചിരിക്കുക. മഴ നനയാനാണോ എന്നറിയത്തില്ല. ഇപ്പം മഴ തോർന്നു നിൽക്കുന്ന ഒരു സമയമുണ്ട്. രണ്ടുപേരും ഇണക്കിളികളെ പോലെ അവിടെ കൊക്കുരുമി ഉരുമി നിൽക്കുന്നത്. നല്ല എന്തോ ഒരു ഭംഗി, എന്തൊരു കാഴ്ചയാണത് കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ, ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം. നല്ല അടയ്ക്കാമരങ്ങളുമൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണിവിടെ. എന്തുകൊണ്ടും അവിടെ അവിടെയൊക്കെ അതെല്ലാം പറക്കി തിന്നും ഈ കുരുവികൾ. പിന്നെ തെങ്ങ് കായ്ച്ചു നിൽക്കുന്നു, അതിൻ്റെ കൂമ്പ് വന്ന് നിൽക്കുന്നു. എല്ലാവർക്കും